ശാസ്താവ് നാലമ്പലത്തിന് പുറത്ത് പ്രദക്ഷിണ വഴിയിൽ തെക്കുകിഴക്കേ മൂലയിലാണ് ശാസ്താപ്രതിഷ്ഠ. പടിഞ്ഞാറോട്ടാണ് ദർശനം. നാലമ്പലത്തിന് പുറത്തുള്ള ഏക ഉപദൈവവും ഇതാണ്. 1 മീറ്റർ ഉയരത്തിൽ കറുത്ത കരിങ്കല്ലിൽ ഉണ്ടാക്കിയതാണ് പ്രതിഷ്ഠ. ശ്രീകോവിലിന് മുന്നിൽ നാളികേരം എറിഞ്ഞുടയ്ക്കുന്നതിന് ചെരിച്ചു വച്ച കരിങ്കല്ലും ചെറിയ ദീപസ്തംഭവുമുണ്ട്. ഇവിടെ എള്ളുതിരി കത്തിക്കൽ പ്രധാന വഴിപാടായിരുന്നു. എന്നാൽ 2007 ദേവപ്രശ്നത്തെ തുടർന്ന് വഴിപാട് നിർത്തിവെച്ചു. ഇപ്പോൾ ഇത് പുനരാരംഭിക്കാനുള്ള പദ്ധതി നടന്നുവരുന്നുണ്ട്. മണ്ഡലകാലത്ത് ഈ ശ്രീകോവിലിന് മുൻപിലാണ് ശബരിമലയ്ക്ക് ദർശനം നടത്തുന്നവർ മാലയിടുന്നതും കെട്ടുനിറയ്ക്കുന്നത്. ഗണപതി ക്ഷേത്രത്തിൻ്റെ ഉപദൈവങ്ങളിൽ ഗണപതി, ധർമ്മശാസ്താവ്, ഇടത്തരികത്തുകാവ് ദുർഗാ ഭഗവതി, ഹനുമാൻ, കാര്യാലയ ഗണപതി, നാഗദേവതകൾ എന്നിവരും കുടികൊള്ളുന്നു. മുരുകൻ, അനന്തപത്മനാഭൻ എന്നിവരുടെ രൂപവും ഇവിടെ കൊത്തിവെച്ചിട്ടുണ്ട്. പ്രതിഷ്ഠയില്ലെങ്കിൽ ശിവന്റെ സാന്നിധ്യവും ക്ഷേത്രത്തിലുണ്ട്. കേരളത്തിലെ മിക്ക ക്ഷേത്രത്തിലും പോലെ ഇവിടെ വിഘ്നേശ്വരനായ ഗണപതിയുടെ സാന്നിധ്യമുണ്ട്. നാലമ്പലത്തിനകത്ത് തെക്കു പടിഞ്ഞാറേ മൂലയിലാണ് ഗണപതി പ്രതിഷ്ഠ. ഏകദേശം 1 അടി മാത്രമേ ഉയരമുള്ളൂ. കിഴക്കോട്ടാണ് ദർശനം. മുമ്പ് ഇവിടെ പ്രദക്ഷിണം വയ്ക്കാൻ സൗകര്യമുണ്ടായിരുന്നില്ല. തീപിടുത്തത്തിന് ശേഷം പുതുക്കി പണിതപ്പോൾ ഇവിടെ പ്രദക്ഷിണത്തിന് സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാ ദിവസവും രാവിലെ ഗണപതി പ്രീതിക്കായി ഗണപതി ഹോമം നടത്താറുണ്ട്. കിഴക്കേ നടയിൽ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിന് പിന്നിൽ പഴയ ദേവസ്വം ഓഫീസിൻ്റെ പരിസരത്തായി മറ്റൊരു ഗണപതി പ്രതിഷ്ഠയുണ്ട്. ഓഫീസ് ഗണപതി എന്നാണ് ഈ പ്രതിഷ്ഠ അറിയപ്പെടുന്നത്. വനഗണപതി ഭാവത്തിലാണ് പ്രതിഷ്ഠ. അതിനാൽ ശ്രീകോവിലിന് മേൽക്കൂരയില്ല. മറ്റുള്ള ഗണപതി വിഗ്രഹത്തിൽ നിന്ന് വ്യത്യസ്തമായി തുമ്പിക്കൈ ഇടതുഭാഗത്താണ്. ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന ആൽത്തറയിൽ പൂജിക്കാൻ വെച്ചിരുന്ന ഗണപതിയെ പഴയ ദേവസ്വം ഓഫീസിലേക്ക് മാറ്റുകയും പിന്നീട് ഇന്നത്തെ സ്ഥലത്തെത്തിക്കുകയുമായിരുന്നു. കിഴക്കോട്ടാണ് ഈ ഗണപതിയുടെ ദർശനം. നാളികേരം മുടക്കലാണ് പ്രധാന വഴിപാട്. തെക്കു ഭാഗത്തായി വരുന്ന ഭൂരിപക്ഷം ഭക്തരും ഇവിടെ തൊഴുതിട്ടു മാത്രമാണ് ഗുരുവായൂരപ്പനെ ദർശനത്തിന് ചെല്ലുന്നത്. ഗണപതിയോടൊപ്പം ഇവിടെ ഭദ്രകാളി, നരസിംഹ ചൈതന്യമുള്ളതായി വിശ്വസിച്ചു പോരുന്നു. അനന്തശയനം ക്ഷേത്രകോവിലിന് പുറകിൽ കിഴക്കോട്ട് ദർശനമായിട്ടുള്ള കരിങ്കൽ തൂണുകളിൽ 10 ഭഗവാന്റെ ദശാവതാര രൂപങ്ങൾ കൊത്തിവെച്ചിരിക്കുന്നു. മത്സ്യം, കൂർമ്മം, വരാഹം എന്നിങ്ങനെ ക്രമത്തിൽ 10 അവതാരങ്ങളാണ് ശ്രീകോവിലിന്. ശ്രീകോവിലിന് തൊട്ടുപുറകിൽ അവയുടെ നടുക്കായി അനന്തപത്മനാഭ സ്വാമിയുടെ ഒരു രൂപം കാണാം. തിരുവനന്തപുരം ശ്രീ അനന്തപത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയാണ് ഇത്. ഇവിടെ ഒരു അനന്തശയന ചിത്രമുണ്ടായിരുന്നു. ഈ ചിത്രത്തിൻ്റെ വരവിനു പിന്നിലും ഒരു ഐതിഹ്യമുണ്ട്. പണ്ടുകാലത്ത് ശിവയിലേക്ക് തിടമ്പ് എഴുന്നള്ളിച്ചത് മൂത്തത്തുമാരായിരുന്നു. കേരളത്തിലെ മിക്ക ക്ഷേത്രങ്ങളെയും സ്ഥിതി ഇതുതന്നെയായിരുന്നു. ഒരിക്കൽ ക്ഷേത്രത്തിലെ ശിവയിലേക്ക് വൈകിയ മൂത്തതിനെ മേൽശാന്തി വഴക്കു പറഞ്ഞു. മൂത്തത് മേൽശാന്തിയോട് ധിക്കാരത്തോടെ പെരുമാറി. ഇത് സഹിക്കാൻ വയ്യാതെ മേൽശാന്തി അയാളെ നാലമ്പലത്തിൻ്റെ പടിഞ്ഞാറേ വാതിൽ വഴി പുറത്താക്കി. പിന്നെ അയാൾ ആ പരിസരത്ത് പോലും വന്നില്ല. തുടർന്ന് പടിഞ്ഞാറേ വാതിൽ എന്നേക്കുമായി അടച്ചു. ആ സ്ഥാനത്താണ് അനന്തശയന ചിത്രം വച്ചത്. 1970 തീപിടുത്തത്തിൽ അത് പൂർണ്ണമായും കത്തിനശിച്ചു. തുടർന്നാണ് ഇന്നത്തെ കരിങ്കൽ ശില്പം നിർമ്മിച്ചത്. 18 അടി നീളം വരുന്ന ഭീമാകാരമായ രൂപമാണിത്. 2 കൈകളേ ഉള്ളൂ. ഇവിടെ വിഷ്ണു ഭഗവാന്, പാൽക്കടലിൽ മഹാസർപ്പമായ അനന്തന് മുകളിൽ മഹാലക്ഷ്മി സമേതനായി പള്ളി കൊള്ളുന്ന പരമാത്മാവായ വിഷ്ണു ഭഗവാൻ, അദ്ദേഹത്തിൻ്റെ നാഭികമലത്തിലുള്ള ബ്രഹ്മാവ്, വലതു കൈക്ക് താഴെ ശിവലിംഗ, ഭഗവാനെ കണ്ടു തൊഴുന്ന നാരദൻ, പ്രഹ്ലാദൻ, മഹാബലി, വസിഷ്ഠൻ, വ്യാസൻ, കശ്യപൻ, വിഭീഷണൻ, ഉദ്ധവർ തുടങ്ങിയ ഭക്തോത്തന്മാർ. ചുവട്ടിൽ ഭഗവാന് കാവലായി നിലകൊള്ളുന്ന ലക്ഷ്മി ഭൂമി ദേവകൾ, ദ്വാരപാലകരായ ജയവിജയമ്മ, ഭഗവത് വാഹനമായ ഗരുഡൻ, കാവൽക്കാരനായ വിനക്സേനൻ, സൂര്യചന്ദ്രമ്മ, ഗരുഡൻ്റെ പുറകിൽ കാൽ ചവിട്ടി നിൽക്കുന്ന ശ്രീകൃഷ്ണൻ, യോഗ നരസിംഹമൂർത്തി, ഗണപതി, അയ്യപ്പൻ, പട്ടാഭിക്തനായ ശ്രീരാമസ്വാമിയും സീതാദേവിയും, ഇരുവരെയും വന്ദിക്കുന്ന ഹനുമാനും ലക്ഷ്മണനും, ശ്രീഭൂമി സമേതനായി നിൽക്കുന്ന രൂപത്തിലുള്ള മഹാവിഷ്ണു, ഇവരെയെല്ലാം ഈ പ്രതിഷ്ഠയിൽ ആവിഷ്കരിക്കുന്നു. ദിവസവും ഈ ശില്പത്തിന് വിളക്കുവെപ്പുണ്ട്. ഹനുമാൻ നാലമ്പലത്തിനകത്ത്
ഭാഗത്ത് വടക്കേ നടവാതിലിന് സമീപമുള്ള തൂണിലാണ് ചിരഞ്ജീവിയും ശ്രീരാമദാസനുമായ ഹനുമാൻ സ്വാമിയുടെ പ്രതിഷ്ഠ. ഭക്ത ഹനുമാന്റെ രൂപത്തിലുള്ള വിഗ്രഹമാണ് ഇത്. തെക്കോട്ട് ദർശനമായി ഇരുകൈകളും കൂപ്പി നിൽക്കുന്ന ഭാവത്തിലാണ് ഹനുമാൻ വിഗ്രഹം. 1970 തീപിടുത്തത്തിന് ശേഷമാണ് ഈ രൂപം പിറകൊണ്ടത്. ഇന്ന് ക്ഷേത്രത്തിൽ വരുന്ന ഭക്തർ നാലമ്പലത്തിനകത്ത് ഈ ഹനുമാനെ തൊഴുതു പോകുന്നു. വെറ്റിലമാലയും കുങ്കുമവും ചാർത്തിയ രൂപത്തിലാണ് വിഗ്രഹം നിത്യേന കാണപ്പെടുന്നത്. ഈ ഹനുമാനെ സ്തുതിച്ചത് കാരണം അത്ഭുത കാര്യസിദ്ധി ഉണ്ടായതായി ചില ഭക്തർ വിശ്വസിച്ചു വരുന്നു. സുബ്രഹ്മണ്യനകത്ത് വടക്കു പടിഞ്ഞാറ് മൂലയിലുള്ള ഒരു കരിങ്കൽ തൂണിൽ സുബ്രഹ്മണ്യൻ്റെ രൂപം കൊത്തിവെച്ചിട്ടുണ്ട്. കിഴക്കോട്ടാണ് ദർശനം. ഇവിടെ വിഗ്രഹ പ്രതിഷ്ഠ ഇല്ലെങ്കിലും ഭക്തർ ഇവിടെയും വന്ദിക്കാറുണ്ട്. ഭസ്മം, ചന്ദനം തുടങ്ങിയവ ചാർത്തി നാരങ്ങാമാല സ്വീകരിച്ചാണ് ഭഗവാന്റെ നിൽപ്പ്. ദ്വിബാഹിയായ ബാലസുബ്രഹ്മണ്യനാണ് ഇവിടെയുള്ളത്. എന്നാൽ പഴനിയിലേതുപോലെ ആണ്ടിപ്പണ്ടാരമല്ല. വലതുകൈ കൊണ്ട് ഭക്തരെ അനുഗ്രഹിക്കുന്ന ഭഗവാൻ ഇടതുകൈ അരയിൽ കുത്തിവെച്ചിരിക്കുകയാണ്. വലതു ചുമലിൽ വേലുമുണ്ട്. 1970 തീപിടുത്തത്തെ കുറിഞ്ഞ് നവീകരിച്ച ശേഷമാണ് ഈ രൂപം കുത്തിവെച്ചത്.